അത് പിന്നെ എന്താടാ കള്ളനെ പോലെ പാത്തും പതുങ്ങി വന്നത് അനക്കയെ കഴുത്തി ഞെരിച്ച് കൊല്ലാനാണോ? അയ്യോ, അങ്ങനൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല ഏട്ടത്തി. പിന്നെ എന്തിനാ നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അല്ല, അത് പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഏട്ടത്തിക്ക് സത്യങ്ങൾ അറിയാലോ. എനിക്ക് രാത്രി കിടന്നിട്ട് ഉറക്കം വന്നില്ല. അനക്കയും ചന്തുമോളെന്നെ കാണണം തോന്നി. അത് പിന്നെ നവ്യ ഉണർന്നിരിക്കുമ്പോൾ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവൾ ഉറങ്ങിയപ്പം ഞാൻ ഇങ്ങോട്ട് വന്നതാ. നീ എല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയിട്ടാ ഇങ്ങോട്ടേക്ക് വന്നത് അനക്കയെ കൊല്ലാൻ. അയ്യോ, എന്റെ ചന്തുമോളാണ് സത്യം. ഞാൻ അതിനല്ല വന്നത് ഏട്ടത്തി. ദേ, ചന്തുമോളെ പിടിച്ച് നീ സത്യം ചെയ്യരുത്. മോൾക്ക് ആപത്ത് സംഭവിക്കണമെന്നാ നിന്റെ ആഗ്രഹം. എന്നാ എന്റെ മോനാണ് സത്യം. ദേ, മക്കളെ പിടിച്ച് സത്യം ചെയ്യാതെടാ. നിനക്ക് മക്കളോട് സ്നേഹമില്ലല്ലോ. ആരോട് സ്നേഹമില്ല, സ്വത്തിനോടും പണത്തിനോടും അല്ലാതെ. അതിനു വേണ്ടിട്ടല്ലേ എന്നോ നിന്നെ ഉപേക്ഷിച്ചു പോയ അച്ഛന്റെ പിന്നാലെ നീ ഇപ്പൊ നടക്കുന്നത്. എന്നാലും അത് കുഴപ്പമില്ല, നിന്റെ അമ്മയെക്കാളും മെച്ചം അയാളാ. അല്ല, മോളെവിടെ? കുറച്ചു മുമ്പ് വരെ ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ അങ്ങ് പറന്നുപോയി. എന്താ? അല്ല, മോള് വല്യമ്മയ്ക്കൊപ്പമായിരിക്കും അല്ലേ? അറിഞ്ഞിട്ട് എന്ത് വേണം? അമ്മയും മോളെയും കൊല്ലാനായിട്ട് വന്നിരിക്കാ, പൂച്ചയെ പോലെ, ആരും അറിയാതെ. ഞാൻ സത്യം പറഞ്ഞാലേ ഏട്ടത്തി വിശ്വസിക്കില്ല. നീ സത്യം പറയാറില്ല, അതുകൊണ്ടാ വിശ്വസിക്കാത്ത. പോയിക്കോ ഇവിടുന്ന്, പോടാ ഇറങ്ങി. കണ്ടില്ലേ അവൻ കൃത്യസമയത്ത് എത്തിയത്? പക്ഷേ അവനൊപ്പം ഒരു മുറിയിൽ കഴിയുന്നത് അവനെ കൊത്തിയെരിഞ്ഞ് കൊല്ലാൻ ദേഷ്യമുള്ള ഒരാളാണെന്ന് അവനറിയില്ല. നിന്റെ മട്ടും ഭാവം കണ്ടിട്ട് എന്തോ നടന്ന ലക്ഷണമുണ്ടല്ലോ. ഒന്നും നടന്നില്ലടി. ഞാൻ അവളുടെ മുറി ചെന്നപ്പോ എന്റെ മുന്നിലേക്ക് വന്നതേ നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാ. ആര്? വേറെ ആരാ? നിന്റെ അനിയത്തി ഒരുത്തി ഉണ്ടല്ലോ, അവള് തന്നെ. അയ്യോ, നയനയോ? അവളെങ്ങനെ അതിനകത്ത് വന്നു? എനിക്കറിയില്ല. നമ്മളെ കുറച്ചുകൂടെ ആലോചിച്ചിട്ട് ഇത് ചെയ്താൽ മതിയായിരുന്നു. അനക്കയ്ക്ക് വയ്യല്ലോ, അപ്പൊ അവളെയും മോളെയും മാത്രം ആ മുറിക്കകത്ത് കടത്തില്ലല്ലോ. കൂട്ടിന് ആരെങ്കിലും വേണ്ടേ? അതിനായിരിക്കും ആ നാശം അവിടെ പോയി കിടക്കുന്നത്. ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാവടാ നമ്മൾ അനക്ക് എന്തേലുമൊക്കെ ചെയ്യുന്ന. അതെ. പക്ഷെ നിന്നെ എന്നെയൊക്കെ മാനസികമായി തളർത്താൻ വേണ്ടി അവളെ ഇവിടെ കൊണ്ടുവന്നതുകൊണ്ട് അവളെ ഇല്ലാതാക്കാൻ വേണ്ടി നീ എന്ത് ചെയ്താലും അതിനൊക്കെ ഞാൻ കൂടെ നിൽക്കും. സമയം സന്ദർഭം ഒത്തുവരട്ടെ, എന്നിട്ടും നമുക്ക് അവളെ ചെയ്യേണ്ടത് ചെയ്യാം. ആദർശാണ് അനഘയെ വഞ്ചിച്ചത്, എന്നിട്ടും നിന്റെ അനിയത്തിയാണ് അവൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വാദിക്കുന്നത്. അവൾ അങ്ങനെ ഒരു നന്മമരായിപ്പോയി, അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ആ നന്മ മരത്തെ വേരോടെ പിഴുതെറിയണം എന്നെങ്കിലും ഒരു ദിവസം. അത് നീയല്ല, ഈ കുടുംബത്തെ മുഴുവൻ ചതിച്ച നിന്റെ അച്ഛൻ വിചാരിച്ചാലും നടക്കില്ലടാ.